നമസ്കാരം. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചു. കാര്യം കുറേ കാലമായി കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇതിനുള്ള രേഖകൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത്, പഠന റിപ്പോർട്ട് എന്നുള്ള നിലയിൽ അതിനെ പുറത്തുവിടരുത്, ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നുള്ള നിലയിലൊക്കെ നിരവധി വിവാദങ്ങൾ വരികയും പിന്നീട് ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് പുറത്തുവിടാം എന്നുമുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികേടുകൾ നിറഞ്ഞതായ സിനിമയുടെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നു. പല ചലച്ചിത്ര നടന്മാരും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആരോപണ വിധേയരാകുന്നു. പലർക്കെതിരെയും കേസ് വരുന്നു. നമുക്കറിയാം, നടൻ മുകേഷ്, ഇടവേള ബാബു, സിദ്ദിഖ്, ബാബുരാജ് എന്ന് വേണ്ട യുവനടന്മാരുടെ കൂട്ടത്തിൽ നിവിൻ പോളിക്കെതിരെ പോലും പരാതി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടിരുന്നു. അങ്ങനെ നിരവധി നടികൾ തങ്ങൾക്കുള്ള പരാതികളുമായി രംഗത്തേക്ക് വരികയും മൊഴി നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് മാധ്യമങ്ങളോടാണ് നടികൾ തങ്ങൾക്കുണ്ടായ സിനിമയിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞത് എങ്കിൽ പിന്നീട് അവർ അത് പരാതിയായി അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ തങ്ങളുടെ മൊഴി നൽകുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇതിപ്പോൾ സിദ്ദിഖിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് 4 പാടും തിരഞ്ഞു നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നേരിട്ട് നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സിദ്ദിഖ് ഒളിവിലാണ്. അദ്ദേഹത്തെ ഇതുവരെയായി പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഇപ്പോൾ നിലവിലുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം? ഇതിനു മുൻപ് നമുക്കറിയാം, സിദ്ദിഖിനൊപ്പം തന്നെ മുകേഷിനെതിരെ ഒരു ആരോപണം വന്നിരുന്നു. പക്ഷേ മുകേഷിനെ ആ ആരോപണത്തിൽ നിന്നെല്ലാം മുകേഷ് മുക്തനാവുകയും അദ്ദേഹം മാറുകയും ചെയ്തു. ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും വലുതായി മിണ്ടാൻ നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിനെതിരായി ഒരു വിമർശനം വന്നപ്പോൾ, സർക്കാരിനെതിരെ ഹൈക്കോടതി ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് ഹൈക്കോടതിയുടെ ഈ ഒരു വിമർശനം അക്ഷരാർത്ഥത്തിൽ പിണറായി സർക്കാരിനെ മുഖത്തേറ്റ പ്രഹരം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഉന്നതരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. ശ്രമിച്ചത് ഒരുപാട് നിരവധി സ്ത്രീകളെ അവിടെ ചൂഷണം ചെയ്ത ആൾക്കാരെയാണ് പിണറായി വിജയൻ സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു സ്ത്രീവിരുദ്ധ സർക്കാരാണ് എന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ സിദ്ദിഖ് ഓടി നടക്കുന്നു, ഇടവേള ബാബു മുൻകൂർ ജാമ്യം എടുത്തിറങ്ങുന്നു, മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ നിലവിൽ നിൽക്കുമ്പോൾ ഇവിടെ സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് ഈ പൂഴ്ത്തിവയ്പ്പിലൂടെ ചെയ്തത് എന്നുള്ളതാണ് സുരേന്ദ്രൻ കണ്ടെത്തുന്ന മറ്റൊരു കാര്യം. അതായത് പിന്നെ ഏറ്റവും ഒടുവിൽ മുകേഷിന് ജാമ്യം ലഭിച്ചു. മുകേഷിനെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. അങ്ങനെ ആ ജാമ്യത്തിൻ്റെ പുറത്ത് മുകേഷ് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പം ഇത് സർക്കാർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാര്യം ഇപ്പം നിലവിലുള്ള സർക്കാരിൻ്റെ ഒരു MLA ആണ് സത്യത്തിൽ മുകേഷ്, കൊല്ലം MLA ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് കൂടി തന്നെ മുകേഷിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ പറയുന്ന സ്ത്രീവിരുദ്ധ സർക്കാരായ പിണറായി വിജയൻ സർക്കാർ ജനങ്ങളോട് ഇക്കാര്യത്തിൽ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച കാര്യത്തിൽ മാപ്പ് പറയണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അക്രമങ്ങളിൽ കേരളം ദേശീയ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏത് കണക്ക് വെച്ചിട്ടാണ് സ്ത്രീകൾക്കെതിരായ അക്രമത്തിൽ ഈ പറയുന്ന ദേശീയ റെക്കോർഡ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. കാര്യം സ്ത്രീകൾക്കെതിരായി കേരളത്തിൽ മാത്രമാണോ അക്രമങ്ങൾ നടക്കുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന പല നാടുകളും പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവയിലൊന്നും പെടാത്ത തരത്തിലാണ് ഇപ്പോൾ കേരള നിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ഒരു പീഡനം അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ദേശീയ റെക്കോർഡ് ഇട്ടു എന്ന് അദ്ദേഹം എന്തർത്ഥത്തിൽ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ എന്തുകൊണ്ട് സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളതിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്.
എന്തുകൊണ്ട് സുരേന്ദ്രൻ ഈ രീതിയിൽ സംസാരിച്ചു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാം. കാര്യം ഒക്കെ ഇതിവിടെ നിൽക്കട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിദ്ദിഖിന്റെ അറസ്റ്റും ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളാണ്, അല്ലെ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഉണ്ടായി വന്ന സംഭവങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങൾ സുരേന്ദ്രൻ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുകയാണോ അതോ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം, മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയം, ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിഷയം, പൂരം അലങ്കോലമാക്കിയത് ആര് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ പൂരം അലങ്കോലമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ADGP ആയിരുന്ന MR അജിത് കുമാർ കാര്യക്ഷമമായി പരിശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്കറിയാം. അവിടേക്ക് സുരേഷ് ഗോപിയെ പോലെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ഒരു ആംബുലൻസ്, സേവാഭാരതിയുടെ ആംബുലൻസ് വിളിച്ച് അതിവേഗതയിൽ അവിടെ എത്തിച്ചേർന്നത് നമുക്കറിയാം. അപ്പോൾ പൂരം കലക്കിയതിനെ കുറിച്ചോ അവിടുന്ന് ADGP MR അജിത് കുമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചോ ആ അന്വേഷണ റിപ്പോർട്ട് BJPക്ക് അനുകൂലമായി മാറിയതിനെ കുറിച്ചോ അതിൽ കുറ്റക്കാരായത് ഈ പറയുന്ന പൂരം നടത്തിപ്പുകാരായി മാറിയതിനെയോ ഒന്നിനെയും കുറിച്ച് കെ സുരേന്ദ്രന് യാതൊരു ആശങ്കയും ഇല്ല. അത് പൂരമല്ലേ, അത് കലങ്ങാനുള്ളതാണ്, ആരും കലക്കിയില്ലെങ്കിലും അത് കലങ്ങിക്കോളും എന്ന് പറയുന്ന MR അജിത് കുമാറിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, MR അജിത് കുമാർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ഹൊസബാലയെ, ദത്താത്രേയ ഹൊസബാല എന്ന് പറയുന്ന RSSന്റെ നേതാവിനെ തൃശ്ശൂരിൽ വെച്ച് കണ്ടതും മാധവറാവു എന്ന് പറയുന്ന RSS നേതാവിനെ കോവളത്ത് വെച്ച് സന്ദർശനം നടത്തിയതും ഇതൊന്നും സുരേന്ദ്രന്റെ കണ്ണിൽ പെട്ടതേയില്ല. സുരേന്ദ്രൻ പറയുന്നത് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ചോദ്യങ്ങളിൽ നിന്ന് സുരേന്ദ്രൻ പരമാവധി ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സുരേന്ദ്രന്റെ പത്രസമ്മേളനങ്ങളിലൂടെ നമ്മൾ കണ്ടത്. എന്നിട്ട് ഇപ്പോൾ എവിടെയെന്നോ പൊട്ടി വീണതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെയും സിദ്ദിഖിന്റെയും ഇടവേള ബാബുവിന്റെയും പിന്നാലെ പോലീസ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെ കുറിച്ച് മാത്രമേ ആ ഒരു കാര്യത്തിൽ ഈ പറയുന്ന ഹൈക്കോടതി വിമർശിച്ചത് മാത്രമേ സുരേന്ദ്രന്റെ കണ്ണിൽ പെടുന്നുള്ളൂ. എന്തുപറ്റി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം സുരേന്ദ്രന്റെ കണ്ണിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം ഉൾപ്പെടുകയും മറ്റൊരു റിപ്പോർട്ട്, അതായത് മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ് സത്യത്തിൽ ഈ പറയുന്ന പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ആ അന്വേഷണ റിപ്പോർട്ട് എത്തേണ്ട കൈകളിൽ എത്തിക്കാതിരുന്നത്, അവിടെ പലതവണയായി ഇദ്ദേഹം MR അജിത് കുമാർ അവിടെ എത്തിയ കാര്യം പോലും മറന്നുകൊണ്ട് ഈ പറയുന്ന ഒരു സിനിമയിൽ നടന്ന അല്ലെ ചലച്ചിത്ര രംഗത്ത് നടന്ന AMMA എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന ഇത്തരം വിവാദങ്ങളിൽ മാത്രം എന്തിനു സർക്കാരിനെ കുറ്റം പറയുന്നു? അപ്പോൾ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. പൂരം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു സംഘടന, ഹിന്ദുത്വവുമായി അല്ലെ ഹിന്ദുത്വ അജണ്ടകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ BJPയെ പോലൊരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഹിന്ദുക്കൾക്ക് ഏറെ വേദനയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കേരളീയർക്കും വേദനയുണ്ടാക്കുന്ന പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പൂരം എന്ന് പറയുന്നത് അലങ്കോലമായതല്ല, അലങ്കോലമാക്കിയതാണ്. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചു നിന്നത് തീർച്ചയായിട്ടും ADGP MR അജിത് കുമാർ തന്നെയാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഊഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പൂരം അലങ്കോലമായതിലൂടെ നേട്ടമുണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് BJP ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം പൂരം കലങ്ങേണ്ടത് BJPയുടെ ആവശ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അവിടുത്തെ ദേവസ്വം ബോർഡിലെ അധികൃതർ പോലും വിളിക്കുന്നതിന് മുൻപ് ഒരു ആംബുലൻസ് വിളിച്ച് അത്രയും നല്ലൊരു പരിപാടി നടക്കുന്ന, അല്ലെങ്കിൽ പൂരം പോലെ ഒരു ലോകത്തുള്ള സകലരും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടി നടക്കുന്ന ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ആംബുലൻസ് വിളിച്ച് സുരേഷ് ഗോപി അവിടെ കെട്ടിയിറക്കിയതുപോലെ എത്തിയത്. അപ്പോൾ ഇതുകൊണ്ട് നേട്ടമുണ്ടായതുകൊണ്ട് തൽക്കാലം അത്തരം വിഷയങ്ങളിൽ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ കുറ്റം പറയേണ്ടതായിരുന്നു സർക്കാരിനെ. സർക്കാർ ഇടപെട്ട് ADGPയെ കരുവാക്കിക്കൊണ്ട് അവിടെ സർക്കാർ നേരിട്ട് ആ പൂരം അലങ്കോലമാക്കി എന്ന് പറയേണ്ടതായിരുന്നു. ഇത് പറയുന്നതിന് പകരം അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൂരം അലങ്കോലമാക്കിയതിൻ്റെ കൃത്യമായ ഫലം അവരുടെ വോട്ട് പെട്ടിക്കുള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അതുതന്നെയാണ് അതിൻ്റെ ഇത്രയും കാലം സുരേന്ദ്രൻ മൗനം ഭജിച്ചിരുന്നത് അല്ലെ എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അതില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതില്ല, സർക്കാർ കെടുകാര്യസ്ഥരാണ്, സ്ത്രീവിരുദ്ധ സർക്കാരാണ്, ജനങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പൂരം കലക്കിയതിന് സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണ്ടേ? എന്ത് പറ്റി? പൂരത്തിനോട് BJP-ക്കാർക്ക് വൈമുഖ്യമുണ്ടോ? അപ്പോൾ അതിനല്ലേ നിങ്ങൾ ആദ്യം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരുന്നത് പൂരത്തെക്കുറിച്ചാണ്. പൂരം കലക്കിയതല്ല കലങ്ങിയതാണെന്ന് പറഞ്ഞു. ADGP പറഞ്ഞു പിന്നെ കലക്കിയില്ലെങ്കിലും കലങ്ങുന്ന ഒരു വലിയ ചുഴിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു. എന്നിട്ട് എത്രയും കാലം തൃശ്ശൂർ പൂരം നടന്നില്ലേ? കഴിഞ്ഞ വർഷം മാത്രമല്ലല്ലോ, അതിന് മുൻപ് നിരവധി തവണ പൂരം നടന്നിട്ടില്ലേ? ആ സമയത്തൊക്കെ ഈ പറയുന്ന MR അജിത്കുമാറിൻ്റെ വാദം എവിടെയാണ് നിലനിൽക്കുന്നത്? ആ വാദത്തെക്കുറിച്ചോ പൂരം എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണേലും കലങ്ങിപ്പോകാവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ MR അജിത്കുമാറിനെതിരെ എന്തുകൊണ്ടാണ് K. സുധാകരൻ ഒരു അക്ഷരം മിണ്ടാതിരുന്നത്? K. സുധാകരൻ എന്നുള്ള പോട്ടെ, ഏതെങ്കിലും ഒരു BJP നേതാവ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. പകരം ഇപ്പോൾ സർക്കാരിന് കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറയാനൊരു അവസരം കിട്ടുമ്പോൾ സർക്കാരിലേക്ക് തിരിയുന്നു എന്ന് മാത്രം. കാര്യം അത് ഏകപക്ഷീയമായി സർക്കാരിനെതിരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നത് സർക്കാരിന് എതിരായി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ ഉന്നം വെച്ചുകൊണ്ട് ഇപ്പോൾ K. സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത്. കാര്യം മറ്റെടുത്ത് പൂരം കലക്കിയതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ചെന്നെത്തുക BJP-യുടെ കൈകളിലേക്കായിരിക്കും എന്നുള്ള തോന്നൽ കൊണ്ടാകാം ഇത്രയും കാലം സുരേന്ദ്രൻ ഈ പൂരം കലങ്ങിയതിനെ കുറിച്ച് മിണ്ടാതെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള അവസരവാദ രാഷ്ട്രീയം അല്ലെ അവസരവാദ പരാമർശങ്ങളുമായി ഇനിയും സുരേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷനെ പല വഴികളിലും കണ്ടുമുട്ടാമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.